ചോദിച്ചത് ഞങ്ങളോടാണ്. ആദ്യമായി വന്ന് സ്ഥലം ചോദിച്ചത് ഞങ്ങളോടാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പുറത്തേക്ക് മാറ്റിയതാണ്. ശരി, എന്തോട്ടെ. അതല്ല, ഈ ഒരു കോറി വരണമെങ്കിൽ ഉണ്ടാകുന്ന മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് എത്ര പേര് ബാധിക്കപ്പെടുന്നു, എന്തൊക്കെ സംഭവം, അതിൻ്റെ ഒരു അതിനടുത്തുള്ള പുഴകൾ, തോടുകൾ, അതുപോലുള്ള സ്രോതസ്സുകൾ, ജലസ്രോതസ്സുകൾ നശിക്കുമല്ലോ. ഇതൊക്കെ പരിസ്ഥിതി പഠനം നടത്തിയതിന് ശേഷം ഒരു കോറിക്ക് അനുമതി കൊടുക്കാമെന്നാണ് നിയമം പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പഠനം ഇവിടെ നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ചുരുക്കം. അതെ, അത് വാസ്തവമാണ്. ഒരു പഠനവും ഇവിടെ നടന്നില്ല. ഒക്കെ ഈ ഹോട്ടലിൽ ഇരുന്നിട്ട് ഉള്ള ആ ഒരു പഠനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ജനങ്ങളായിട്ടുള്ള ഒരു പഠനവും ഇവിടെ നടന്നിട്ടില്ല. ഇതൊക്കെ ഓഫീസർമാർ ഹോട്ടലിൽ ഇരുന്നിട്ടുള്ള പഠനം മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളായിട്ടുള്ള ഒരു സമ്പർക്കവും ഇവിടെ നടന്നിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥന്മാരും. ഈ കോറി ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് മറ്റേ പൊടി മറ്റേ നമ്മൾ വെട്ട് കഴിഞ്ഞ് പാലെടുക്കാൻ പോകുമ്പോഴേക്ക് അതങ്ങനെ കട്ട പിടിച്ചിരിക്കുക. ഇപ്പം പിന്നെ മഴയാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ശല്യം കാണാനില്ല. എന്നാൽ ഇപ്പോൾ ഭയങ്കര സൗണ്ടാണ്. നമ്മൾക്ക് അവിടെ പണി ടാപ്പ് ചെയ്ത് മറ്റേ പാലെടുക്കാൻ പോകാൻ പേടിയാണ്. ആ 10 മണി ടൈം, 10:30 ടൈമിൻ്റെ ഉള്ളിലാണ് ഇവരുടെ അലക്ക്. പൊട്ടിക്കില്ലത്, കല്ല് വന്ന് വീഴുമെന്നുള്ള ആ ഒരു ഭയം കൊണ്ട് ഞങ്ങൾ പരമാവധി അത് പേടിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോണത്. എപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അതാണ് ഇപ്പോൾ എന്നെ പോലുള്ള സാധാരണ ഒരു കർഷകന് നിങ്ങളോട് ഇതാവാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പുതുക്കോട് പഞ്ചായത്തിൻ്റെ നാഥൻ ആരാണ്? പുതുക്കോട് പഞ്ചായത്തിൻ്റെ നാഥൻ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന് പോലും ഈ കോറിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധാപ്പെട്ട ഈ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടെ എന്ത് ഇതാ ഉള്ളത്? ഒരു എന്തെങ്കിലും ഇപ്പം ഒരു പാറേൻ്റെ കല്ല് എന്തെങ്കിലും ഒന്ന് വീണ് സംഭവിച്ചിട്ട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി, ഉദ്യോഗസ്ഥന്മാർ ഓടിക്കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും അനുവാദം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മറ്റേ ധാർഷ്ട്യമായിട്ടാണ് അവർ ഈ ഡയലോഗ് ഒന്ന് അടിച്ചിരിക്കുന്നത്. അതും കേട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോകാനേ പറ്റിയിട്ടുള്ളൂ. അത്രയ്ക്കും നീചമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ശക്തമായി ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ജനകീയമായിട്ട് ഞങ്ങളിതിനെ, ഈ കോറിനെ എതിർക്കുക തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ കോറി ഇവിടെ നടക്കുന്നതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോൾ വീട്ടിന്റെ ബാക്കിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ നിന്നവിടെ നിന്ന് ചാടുകയാണ്. അത് ഒരു തവണ അവർക്ക് ലൈസൻസ് കൊടുത്ത പോലെ പൊട്ടിക്കേണ്ട രീതിയിലല്ല അവർ പൊട്ടിക്കുന്നത്. കുറേ തവണ പൊട്ടിക്കുന്നുണ്ട്. അതിന് പ്രതിഷേധിച്ച് കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് കുറേ ജനങ്ങൾ പോയി പറഞ്ഞിരുന്നു. അവരെന്നിട്ട് സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ അനധികൃതമായി പൊട്ടിക്കുന്നവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നതിന് അങ്ങനെ തടസ്സങ്ങൾ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ നിങ്ങൾക്ക് വീട്ടിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്? ഡാമേജ് ഉണ്ടാകുക പറഞ്ഞാൽ നമ്മൾ അവിടെ പൊട്ടുമ്പോൾ അടി അടക്കം വീടിന്റെ അടിയാണ് പോങ്ങണതേ. അപ്പൊ അത് ഇനി കാലക്രമേണ അത് ഡാമേജ് തന്നെയാണല്ലോ. ഇപ്പോഴത്തെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇനി അവര് അടി എടുക്കും തോറും വീടുകൾക്കൊക്കെ ഡാമേജ് തന്നെയാണ്.